ഹായ് സ്റ്റുഡൻസ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ്റെ ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വളരെയധികം കൂടി വന്നിരിക്കുകയാണ്. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും പരീക്ഷകൾ എഴുതാനും എല്ലാം ഇൻ്റർനെറ്റ് കൂടിയേ തീരും. എല്ലാവരുടെയും ആവശ്യം ഒരു ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് സൗകര്യമാണ്. വരാനിരിക്കുന്ന എല്ലാ സാങ്കേതിക പുരോഗതിയുടെയും നട്ടെല്ലാണ് നെറ്റ്വർക്ക് സംവിധാനം. അതിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക്. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കഴിഞ്ഞ 2 ക്ലാസ്സുകളായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സെഷൻ ആ ക്ലാസ്സുകളുടെ തുടർച്ചയാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഒരു ഏരിയൽ കേബിൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ പുള്ളിംഗ് ആൻഡ് ബ്ലോയിങ് പ്രോസസ്സ് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. ഇൻസ്റ്റലേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. നമുക്കറിയാം, വളരെ സെക്യൂർ ആയിട്ടുള്ളതും ഫാസ്റ്റ് ആയിട്ടുള്ളതുമായ മീഡിയമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സൈറ്റ് വിസിറ്റും റൂട്ട് ഇൻസ്പെക്ഷനും നടത്തുന്നു. ഇത് കഴിഞ്ഞ സെഷനുകളിൽ നിങ്ങൾ മനസ്സിലാക്കി കാണും. ഇതിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് ടെക്നീഷ്യൻസ് ഇൻസ്റ്റലേഷൻ ആരംഭിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കോപ്പർ കേബിളിനേക്കാൾ വളരെയധികം ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഇൻസ്റ്റലേഷൻ വളരെയധികം ശ്രദ്ധയോടുകൂടി പ്ലാനിങ്ങോടുകൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇൻസ്റ്റലേഷൻ മെത്തേഡ്സ്. ഒപ്റ്റിക്കൽ ഫൈബർ ഇൻസ്റ്റലേഷൻ നടത്താൻ 2 മെത്തേഡുകളുണ്ട്. അതിലൊന്ന് ഏരിയൽ ഇൻസ്റ്റലേഷൻ. ഓവർഹെഡ് കേബിളുകൾ ഉപയോഗിച്ചാണ് ഇൻസ്റ്റലേഷൻ നടത്തുന്നതെങ്കിൽ അതിനെ ഏരിയൽ ഇൻസ്റ്റലേഷൻ എന്ന് പറയാം. 2. അണ്ടർഗ്രൗണ്ട് കേബിൾ ഇൻസ്റ്റലേഷൻ. ഗ്രൗണ്ട് സർഫസിന് താഴെയാണ് കേബിൾ ഇൻസ്റ്റലേഷൻ നടത്തുന്നതെങ്കിൽ അതിനെ അണ്ടർഗ്രൗണ്ട് കേബിൾ ഇൻസ്റ്റലേഷൻ എന്ന് പറയും. ഏത് തരം ഇൻസ്റ്റലേഷൻ ആണെങ്കിലും വർക്ക് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഉറപ്പാക്കണം. ഇൻസ്റ്റലേഷന് മുന്നേ റൂട്ട് സർവേ നടത്തണം. അതിൻ പ്രകാരം നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. ലോക്കൽ അതോറിറ്റീസിൻ്റെ പെർമിഷൻ ആവശ്യമെങ്കിൽ അത് വാങ്ങണം. അതുപോലെ വർക്ക് ചെയ്യാൻ ആവശ്യമായ ടൂൾസ്, മെഷീനറി ഇവയെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കണം. അതുപോലെ സ്പ്ലൈസിംഗ് പോയിന്റ്സും സ്ലാക്ക് സ്റ്റോറേജും എവിടെയായിരിക്കണമെന്ന് തീരുമാനിക്കണം. ഇതുകൂടാതെ വർക്കേഴ്സിന് ആവശ്യമായ ട്രെയിനിങ്ങും അവരുടെ സേഫ്റ്റിയും ഉറപ്പാക്കണം. ആദ്യം തന്നെ എന്താണ് ഒരു ഏരിയൽ കേബിൾ എന്ന് നോക്കാം. ഒരു ഏരിയൽ കേബിളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഔട്ട്ഡോർ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള കേബിൾ പോൾസിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം ഈ കേബിളിൽ ഉണ്ടാകുന്ന പുള്ളിംഗ് ഫോഴ്സ് കൂടുതലായിരിക്കും. അതിനാൽ കേബിൾ അയഞ്ഞു തൂങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ കേബിളുമായി കണക്ട് ചെയ്യുന്നു. ഇതിനെ മെസ്സഞ്ചർ വയർ എന്ന് പറയുന്നു. ഇങ്ങനെ ഏരിയൽ കേബിളിനെ മെസ്സഞ്ചർ വയറുമായി ടൈ ചെയ്യുന്നതിനെ ലാഷിംഗ് എന്ന് പറയാം. ഏരിയൽ ഇൻസ്റ്റലേഷൻ. ഏരിയൽ ഇൻസ്റ്റലേഷനെ പോൾ ടു പോൾ ഇൻസ്റ്റലേഷൻ എന്നും പറയാം. ഇവിടെ ഇൻസ്റ്റലേഷൻ നടത്താൻ എളുപ്പമാണ്. നിലവിൽ ഓവർഹെഡ് പോളുകൾ ഉണ്ടെങ്കിൽ പുതിയ പോളുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റലേഷൻ കോസ്റ്റും ടൈമും കുറയ്ക്കാൻ സാധിക്കുന്നു. സ്റ്റോം, ഫ്ലഡ് പോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏരിയൽ കേബിളുകളെ കാര്യമായി അഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കേബിളുകൾ പെട്ടെന്ന് തന്നെ വീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അണ്ടർഗ്രൗണ്ട് കേബിളുകളേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ ഓവർഹെഡ് കേബിളുകൾ നശിച്ചു പോകുന്നു.
ഏരിയൽ കേബിൾ ഇൻസ്റ്റലേഷൻ മെത്തേഡ്സ്. ഏരിയൽ കേബിളുകളെ രണ്ട് രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. മൂവിംഗ് റീൽ മെത്തേഡും സ്റ്റേഷനറി റീൽ മെത്തേഡും. ഈ രണ്ട് രീതിയിലും ആദ്യം തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മെസ്സഞ്ചർ വയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ വയർ കേബിളിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്ര സ്ട്രോങ് ആയിരിക്കണം. അതിനുശേഷം കേബിളിനെ ഈ മെസ്സഞ്ചർ വയറുമായി ലാഷ് ചെയ്യുന്നു. മൂവിംഗ് റീൽ മെത്തേഡ്. മൂവിംഗ് റീൽ മെത്തേഡിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേബിൾ ലേയിങ് മെത്തേഡാണ്. ഒരു പുതിയ ലൈൻ ഇടുന്നതിന് പാത്ത് ക്ലിയർ ആണെങ്കിൽ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കേബിൾ റീല് ഒരു ക്യാരിയറിൽ കയറ്റി അത് പോൾ ലൈനിൽ മൂവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് മൂവിംഗ് റീൽ മെത്തേഡ് എന്ന പേര് വന്നിരിക്കുന്നത്. റീലിൽ നിന്നും ടെൻഷൻ ഇല്ലാതെ കേബിൾ പുറത്തു വരുന്ന രീതിയിലായിരിക്കണം റീല് ഫിക്സ് ചെയ്യേണ്ടത്. പുറത്തേക്ക് വരുന്ന കേബിളിനെ ലിഫ്റ്റ് ചെയ്ത് ഉടനെ തന്നെ ഒരു ജെ ഹുക്കിൽ പ്ലേസ് ചെയ്യുന്നു. ഈ പ്രോസസ് ഫൈനൽ പോൾ വരെ ആവർത്തിക്കുന്നു. കേബിള് പ്ലേസ് ചെയ്താൽ അതോടുകൂടി തന്നെ ലാഷിംഗ് ഓപ്പറേഷനും നടത്തുന്നു. സ്റ്റേഷനറി റീൽ മെത്തേഡ്. ഇവിടെ റീല് സ്റ്റേഷനറി ആയിരിക്കും. പോൾ ഹൈറ്റിൻ്റെ ഇരട്ടി ഡിസ്റ്റൻസിൽ പോളിന് നേരെയായിട്ടാണ് കേബിൾ റീൽ ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു ഇൻസ്റ്റലേഷന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ആദ്യം തന്നെ കേബിളിൽ കേബിൾ ഗ്രിപ്പും സ്യുവലും അറ്റാച്ച് ചെയ്യുന്നു. അതുപോലെ പോൾസിൽ കേബിൾ ബ്ലോക്കുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇത് കേബിളിനെ തൽക്കാലത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. അതിനുശേഷം കേബിൾ പുള്ള് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് ഈ കേബിൾ ബ്ലോക്കിൽ പ്ലേസ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഫൈനൽ പോൾ വരെ ആവർത്തിക്കുന്നു. ഇവിടെ റീൽ റൊട്ടേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫൈബർ കൂടുതലായി പുറത്തേക്ക് വരുന്നതിന് തടയണം. അതിനുശേഷമാണ് ലാഷിംഗ് ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. ലാഷിംഗ് ഓപ്പറേഷൻ ഫൈനൽ പോൾ തൊട്ട് സ്റ്റേഷനറി റീൽ ലൊക്കേഷൻ വരെ കണ്ടിന്യൂ ചെയ്യുക. അണ്ടർഗ്രൗണ്ട് കേബിൾ ഇൻസ്റ്റലേഷൻ. അണ്ടർഗ്രൗണ്ട് കേബിൾ ഇൻസ്റ്റലേഷന് പ്രധാനമായും 5 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അതിലൊന്ന് ട്രെഞ്ചിങ്, 2 ഡക്റ്റിംഗ് പ്രോസസ്, 3 കേബിൾ പ്ലേസിംഗ്, 4 കേബിൾ പുള്ളിംഗ് ആൻഡ് ബ്ലോയിങ്, 5 കേബിൾ ടെർമിനേഷൻ. ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റെപ്പുകൾ കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ വിശദമായി മനസ്സിലാക്കി. കേബിൾ ഇൻസ്റ്റലേഷൻ്റെ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. കേബിൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് പൈപ്പ് ലേ ചെയ്തെടുക്കണം. ഇതിനായി ഗ്രൗണ്ട് ഡിഗ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഗ്രൗണ്ട് ഡിഗ് ചെയ്യുന്നതിന് ട്രെഞ്ചിങ് എന്നും ഈ ട്രെഞ്ചിലൂടെ പൈപ്പ് ലേ ചെയ്തെടുക്കുന്നതിന് ഡിഗിങ് എന്നും പറയും. ഒപ്റ്റിക്കൽ ഫൈബർ സെൻസിറ്റീവ് ആയതിനാൽ ഇത് ഷിപ്പ് ചെയ്യുമ്പോഴും ഹാൻഡിൽ ചെയ്യുമ്പോഴും ഇൻസ്റ്റലേഷൻ നടത്തുമ്പോഴും ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് വേണം ഇൻസ്റ്റലേഷൻ നടത്തേണ്ടത്. ഇൻസ്റ്റലേഷൻ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. കേബിൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: Do not exceed the cable's stated maximum pulling tension. കേബിൾ പുള്ളിംഗ് ടെൻഷൻ റേറ്റഡ് പുള്ളിംഗ് ടെൻഷനേക്കാളും കൂടുതലാകാൻ പാടില്ല. ഇത് ഫൈബർ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. Do not exceed the cable's
സ്റ്റേറ്റഡ് മിനിമം ബെൻഡിങ് റേഡിയസ്. ബെൻഡിങ് റേഡിയസ് എക്സീഡ് ചെയ്താൽ കേബിൾ ഡാമേജ് ആകുന്നു. അതുകൂടാതെ ബെൻഡിങ് ലോസ് കൂടുന്നു. Do not exceed the cable's maximum crush load. Crush ഫോഴ്സ് ഇൻസ്റ്റലേഷൻ സമയത്ത് ലിമിറ്റിനേക്കാളും കൂടുതലാകാൻ പാടില്ല. അത് കൂടുതലാകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കണം. അവോയ്ഡ് കേബിൾ ട്വിസ്റ്റിംഗ്. കേബിൾ ട്വിസ്റ്റിംഗ് ഇല്ലാതിരിക്കാൻ ആൻറ്റി ട്വിസ്റ്റിംഗ് ഡിവൈസസ് യൂസ് ചെയ്യുക. ഓൾവേസ് പുൾ ദ കേബിൾ ഇൻ സ്ട്രെയിറ്റ് ഡയറക്ഷൻ. എപ്പോഴും ഫൈബറിനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പുൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് കേബിൾ ഡ്രം ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഡ്രം ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. അതിൽ ഡ്രം ലോഡ് ചെയ്യുകയോ അൺലോഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ കേബിൾ റീലുകൾ തമ്മിൽ കൂട്ടിയിടിക്കരുത്. ഇങ്ങനെ കൂട്ടിയിടിച്ചാൽ കേബിൾ ഡാമേജ് ആകുന്നു. അതുപോലെ കൂടുതൽ ദൂരം റീല് ഉരുട്ടിക്കൊണ്ടുപോകരുത്. അങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ 2 ഫ്ലാഞ്ചസും താഴെ മുട്ടുന്ന രീതിയിൽ മാത്രമേ ഇത് റോൾ ചെയ്യിക്കാവുള്ളൂ. അതുപോലെ ആ ഡ്രമ്മിൻ്റെ ഫ്ലാഞ്ചസിൽ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിൽ മാത്രമേ ഇതിനെ റോൾ ചെയ്ത് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഒരിക്കലും ഡ്രമ്മിനെ അതിൻ്റെ ഫ്ലാഞ്ചസിൽ സ്റ്റോർ ചെയ്യരുത്. അതുപോലെ തന്നെ റീലിനെ ഒരിക്കലും താഴേക്ക് ഡ്രോപ്പ് ചെയ്യാനും പാടില്ല. സേഫ്റ്റി ഡ്യൂറിങ് ഇൻസ്റ്റലേഷൻ. Setting up warning signs, barricades, manhole guard and cones. Ensure that the tools and equipments used for cable installation are in proper working condition. Be careful when working near electrical hazards. Personal safety equipments shall be used. Pre-installation arrangements. Necessary arrangements of tools, machineries, manpower, etc. ഒരു ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായ ടൂൾസും മെഷീനറീസും ആളുകളും ഉണ്ടെന്ന് ഉറപ്പാക്കുക. When drum is received at site, inspect it for any physical damage. വർക്ക് ചെയ്യാനുള്ള സൈറ്റിൽ ഡ്രം എത്തിക്കഴിഞ്ഞാൽ അതിന് ഫിസിക്കലി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ആ ഡ്രം റിസീവ് ചെയ്യുക. ടെസ്റ്റ് ഓൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഫോർ കണ്ടിന്യൂറ്റി ആൻഡ് അറ്റൻവേഷൻ ബിഫോർ ഇൻസ്റ്റലേഷൻ. ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല എങ്കിൽ ആ ഫൈബർ കണ്ടിന്യൂറ്റി ടെസ്റ്റും അറ്റൻവേഷൻ ടെസ്റ്റും നടത്തുക. അതിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ ഡ്രം റീപ്ലേസ് ചെയ്യുക. കേബിൾ ക്യാൻ ബി പുൾഡ് ഫ്രം ടോപ്പ് ഓഫ് ദി ഡ്രം. കേബിൾ എപ്പോഴും ഡ്രമ്മിൻ്റെ ടോപ്പിൽ നിന്നും പുള്ള് ചെയ്യാൻ പാകത്തിന് വേണം പ്ലേസ് ചെയ്യാൻ. എൻഷുവർ ദാറ്റ് ഓൾ കേബിൾ പാത്ത് ആർ കംപ്ലീറ്റ്ലി ആൻഡ് തറലി ക്ലീൻഡ്. കേബിൾ ഇടേണ്ട പാത്ത് പൂർണ്ണമായും ക്ലീൻ ആണ് എന്ന് ഉറപ്പാക്കണം. കേബിൾ പ്ലേസിംഗ്. ഒരു കേബിൾ ഡ്രം ഇൻസ്റ്റലേഷൻ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ കേബിൾ പുള്ളി ചെയ്ത് നേരെ ഗ്രൗണ്ടിൽ 8 പാറ്റേണിൽ അറേഞ്ച് ചെയ്യുന്നു. കേബിള് നേരെ പുള്ളി ചെയ്ത് ഡക്റ്റിലൂടെ കടത്തുമ്പോഴുണ്ടാകുന്ന ടെൻഷൻ കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെ ഫിഗർ 8 എന്ന് പറയുന്നു. ഇത് കേബിൾ ട്വിസ്റ്റിംഗ് തടയാൻ സഹായിക്കുന്നു. 2 രീതിയിൽ ഫൈബർ ഫ്ലോറിൽ ഇട്ടിരിക്കുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഇവിടെ ആദ്യത്തെ മെത്തേഡിൽ ഫൈബർ ഫ്ലോറിൽ ഇടുകയാണെങ്കിൽ ആ ഫൈബർ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ട്വിസ്റ്റിംഗ് ഉണ്ടാകാനും അതുമൂലം ഫൈബർ ബ്രേക്ക് ആകാനും ചാൻസ് ഉണ്ട്. അതേസമയം രണ്ടാമത്തെ രീതിയിലാണ് ഫൈബർ ഫ്ലോറിൽ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഫൈബർ ട്വിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും അതുമൂലം ഫൈബർ ഡാമേജ് ആകാനുള്ള സാധ്യതയും കുറവായിരിക്കും. കേബിൾ ഇൻസ്റ്റലേഷൻ നടത്താനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും കഴിഞ്ഞു. ഇനി ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്നാണ് ആക്ച്വലി ഇൻസ്റ്റലേഷൻ തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 2 രീതിയിൽ ഇൻസ്റ്റലേഷൻ നടത്താം. 1 കേബിൾ പുള്ളിംഗ്, 2 കേബിൾ ബ്ലോയിങ്. ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നുള്ളത് സൈറ്റ് കണ്ടീഷനെയും അവൈലബിൾ ആയിട്ടുള്ള മെഷീനറിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏത് മെത്തേഡാണെങ്കിലും സ്പെഷ്യൽ കെയർ കൊടുത്ത് വേണം ഇൻസ്റ്റലേഷൻ നടത്താൻ. നേരത്തെ പറഞ്ഞ പോലെ ബെൻഡിങ് റേഡിയസ്, പുള്ളിംഗ് ടെൻഷൻ, ലോഡ്, ട്വിസ്റ്റിംഗ് എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം. കേബിൾ പുള്ളിംഗ് മെത്തേഡ്. റൂട്ട് ലെങ്ത് കുറവാണെങ്കിൽ കേബിൾ പുള്ളിംഗ് മെത്തേഡായിരിക്കും ഉപയോഗിക്കുന്നത്. ഇവിടെ ഡക്റ്റിൻ്റെ ലെങ്ത് 200 തൊട്ട് 300 മീറ്റർ വരെ ആയിരിക്കും. ലെങ്ത് ഒത്തിരി കൂടുതലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേജസ് ആയി പുള്ള് ചെയ്യാം. അതുപോലെ പുള്ള് ചെയ്യാൻ ഹാൻഡോ മെഷീനറിയോ ഉപയോഗിക്കാം. ഇനി എങ്ങനെയാണ് കേബിൾ പുള്ളിംഗ് നടത്തുന്നതെന്ന് നോക്കാം. കേബിൾ പുള്ളിംഗ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഡക്റ്റിൽ റോപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. പുള്ളിംഗ് റൂട്ടിൻ്റെ സെൻറ്ററിൽ കേബിൾ ഡ്രം പ്ലേസ് ചെയ്യുക. ഡ്രം പ്രോപ്പറായി ഫിക്സ് ചെയ്യണം. കേബിള് സ്ട്രെയിറ്റായി ഡ്രമ്മിൻ്റെ ടോപ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം ഡ്രം ഫിക്സ് ചെയ്യേണ്ടത്. കേബിൾ പേ ഓഫ് ചെയ്ത് ഗ്രൗണ്ടിൽ ഫിഗർ 8 അറേഞ്ച് ചെയ്യുക. ഇത് പുള്ളിംഗ് ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. അതിനുശേഷം കേബിൾ എൻഡ് പുള്ളിംഗ് റോപ്പുമായി കണക്ട് ചെയ്യുക. പുള്ളിംഗ് ഗ്രിപ്പും ആൻറ്റി ട്വിസ്റ്റിംഗ് ഡിവൈസും യൂസ് ചെയ്യുക. പുള്ളിംഗ് മിഡിൽ നിന്നും ആരംഭിച്ച് എൻഡിലേക്ക് പോകുന്നു. പുള്ളി ചെയ്യുമ്പോൾ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും പ്രത്യേകം ശ്രദ്ധിക്കണം. കേബിൾ ഡക്റ്റിലൂടെ കടന്നു പോകുമ്പോൾ ബെൻഡ് ആകുന്നില്ല എന്ന് ഉറപ്പാക്കണം. അതുപോലെ കേബിൾ എൻഡിലെത്തിക്കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുള്ളിംഗ് ആരംഭിക്കും. ഇവിടെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യാം. കേബിൾ പുള്ളിംഗ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പുള്ളിംഗ് ഫോഴ്സ് ഷുഡ് ബി kept less than the designated limit. Tension monitoring equipments should be used. To avoid twisting in optical fiber, anti-twisting equipment should be used. During OFC despooling, avoid sharp bending. Maximum pulling speed to be 3 feet per second if pulling rope is used. കേബിൾ ബ്ലോയിങ് മെത്തേഡ്. കേബിൾ ബ്ലോയിങ് മെത്തേഡ് പുള്ളിങ്ങിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇവിടെ കേബിൾ ഇൻസ്റ്റലേഷൻ കേബിൾ പുള്ളിങ്ങിനേക്കാളും ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. പുള്ളിംഗ് ലെങ്ത് 1000 മീറ്ററിന് മുകളിലാണെങ്കിൽ ബ്ലോയിങ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ കേബിൾ ടെൻഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കേബിൾ ഡാമേജ് ആകാനുള്ള സാധ്യതകളും കുറയുന്നു. അതുപോലെ ഈ വർക്ക് ചെയ്യാൻ ആവശ്യമായ മാൻ പവർ വളരെ കുറവായിരിക്കും.
കേബിൾ ബ്ലോയിങ് പ്രൊസീജിയർ. ഇവിടെ ഒരു ബ്ലോയിങ് മെഷീൻ്റെ സഹായത്താലാണ് കേബിൾ ഇൻസ്റ്റലേഷൻ നടത്തുന്നത്. ഇതിൽ കംപ്രസ്ഡ് എയർ മെഷീനിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അതുപോലെ കേബിളും ഇൻസേർട്ട് ചെയ്യുന്നു. ഈ ഹൈ സ്പീഡ് എയർ ഫ്ലോ ചെയ്യുമ്പോൾ അതോടൊപ്പം കേബിളിനെയും പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. കേബിൾ ബ്ലോയിങ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കേബിൾ ഡ്രം പ്രോപ്പറായി ഫിക്സ് ചെയ്യുക. ഡ്രമ്മിൻ്റെ ടോപ്പിൽ നിന്നും പുള്ളി ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഡ്രം ഫിക്സ് ചെയ്യേണ്ടത്. ബ്ലോയിങ് പ്രോസസ് സ്ലോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ സ്പീഡ് ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരിക. അതുപോലെ ബ്ലോയിങ് പ്രഷർ സ്യൂട്ടബിളായി സെറ്റ് ചെയ്യുക. കേബിൾ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. കേബിൾ ബെൻഡ് ആകുന്നില്ല എന്ന് ഉറപ്പാക്കുക. കേബിൾ ബെൻഡ് ചെയ്ത് കേബിൾ സ്റ്റക്കാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേബിൾ സ്റ്റക്കാകുന്ന പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. പുള്ളിംഗ് പ്രഷർ ഇൻക്രീസ് ചെയ്യരുത്. എക്സിറ്റ് പോയിന്റിൽ ഫിഗർ 8 പാറ്റേണിൽ കേബിൾ ലേ ചെയ്തെടുക്കുക. അവിടെ നിന്നാണ് അടുത്ത ബ്ലോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കേബിൾ ബ്ലോയിങ് മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കേബിള് മെഷീനിലേക്ക് പുള്ളി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഹൈ സ്പീഡ് എയർ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ആ കേബിള് മുന്നോട്ട് ട്രാവൽ ചെയ്യുന്നു. ജോയിനിങ് ആൻഡ് ടെർമിനേഷൻ. സ്യൂട്ടബിൾ മെത്തേഡ് ഉപയോഗിച്ച് കേബിൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. കേബിൾ ഇൻസ്റ്റലേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേബിൾ ജോയിനിങ് ആൻഡ് ടെർമിനേഷൻ. പുള്ളി ചെയ്തെടുത്ത ഫൈബറുകളെ കളർ കോഡ് നോക്കി കറക്റ്റായി സ്പ്ലൈസ് ചെയ്തെടുക്കണം. ഈ ടോപ്പിക്ക് അടുത്ത സെഷനിൽ വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏരിയൽ കേബിൾ ഇൻസ്റ്റലേഷനും അണ്ടർഗ്രൗണ്ട് കേബിൾ ഇൻസ്റ്റലേഷനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതട്ടെ. താങ്ക് യു.